പണിക്ക് പോവുക മുട്ടേതാ ക്ലീനിങ്ങിന് പോവുകയാണ്. ബക്കറ്റും സാധനങ്ങൾ മുന്നിൽ മഫും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഒന്നുമില്ലാത്ത വില്ലാണ് കേട്ടോ. ക്ലീനാക്കാൻ പോകുന്നത് വണ്ടിയിലാണ്. സോപ്പും പൊടി വാങ്ങാൻ പോയിന് ക്ലീനാക്കാൻ പോകുന്ന പോലെ. ഇതാണ് നമ്മുടെ അവസ്ഥ. കണ്ടോ, ഒരു സാധനം ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മളെല്ലാം മഫ് കാര്യങ്ങൾ ചൂല് ബ്രഷ് എല്ലായിടത്തും നമ്മൾ കൊണ്ടുപോകണം റൂമിൽ. നല്ല ചൂടാ. നമ്മളെ കൂട്ടുകാരികളെല്ലാം ചോദിക്കും, എനിക്ക് നാണില്ല ഈ ബക്കറ്റും ബ്രഷും പേസ്റ്റ് പിന്നെ മറ്റേ മഫെല്ലാം എടുത്തൊക്കെ ഇങ്ങനെ പോകാൻ. നമ്മൾ ടാക്സിയിൽ ഇറങ്ങിയിട്ട് ചിലപ്പോൾ അപ്പുറമല്ലായിരിക്കും ഇതെല്ലാം തൂക്കി പിടിച്ച് വലിലേക്ക് പോകണ്ടേ. ഞാൻ പറയും നമുക്ക് എന്ത് നാണോ, നമ്മൾ ഇവരെ മറ്റുള്ളവരെ ബോധിപ്പിക്കാനല്ലല്ലോ വന്നിട്ടുള്ളത്, നമ്മൾ കുടുംബം നോക്കാനല്ലേ. എനിക്ക് അങ്ങനെ നാണായിട്ട് തോന്നിയിട്ടില്ല. ആദ്യം നമ്മൾ ക്ലീനാക്കാൻ വന്നാൽ ഞാൻ ഒരുപാട് വട്ടം വന്നു. ഫുള്ള് പെറുക്കലാണ് കേട്ടോ. നോക്ക്, ഫുള്ള് കച്ചറ എല്ലാം പെറുക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഇതെല്ലാം പെറുക്കും കേട്ടോ. മൊത്തത്തിൽ എൻ്റെ ഫർദ ഊരിട്ടീനി. ഇതുണ്ട്, നല്ലൊരു അൽമാറുണ്ട്. ഇല്ലക്കാരനോട് അൽമാർ വെച്ച പറയും ഇത് മൊത്തത്തിൽ കൊടുത്തത് താത്താന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ ഫുള്ള് കച്ചറ ഉണ്ടാവും കേട്ടോ. കട്ടിൻ്റെ അടിയിൽ കണ്ട ബെഡൊന്നുമില്ല, കാലിയായതല്ല. ഫുള്ള് ക്ലീനാക്കണം. അതിൻ്റെ അടിയിലെല്ലാം ഫുള്ള് ക്ലീനാക്കലാണ്. ഇപ്പം നമ്മൾ ഫുള്ള് സാധനം മഫ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ള് കച്ചറുണ്ട്. അപ്പോൾ ഞാൻ വില്ലക്കാരനോട് പറഞ്ഞു ഇവിടെ ഫീസില്ല, ഒരു ഫീസുണ്ട് കേട്ടോ. അയാൾ എഴുതുന്നോ താഴെ കൊണ്ടു തന്നു കേട്ടോ. അപ്പോൾ ഫുള്ള് കച്ചറ ഉണ്ട് താഴെ. തിന്ന വരെ എടുത്ത് ഇന്ന് റൂം മാറുകയാണ് എന്ന് പറഞ്ഞിട്ട് തിന്നത് വരെ എടുക്കൂല. അതാ ഭയങ്കര വിഷമം. തിന്നത് വരെ അവിടെ ഇട്ടിട്ട് ഓടി പോകും. ബംഗാളി താമസിച്ചതോ പാൻപരാഗിൻ്റെ കളിയാണ്. പാക്കില്ലേ, പാക്ക്. കുറേ കച്ചറുണ്ട്. ഇതെല്ലാം ഫുഡ് കഴിച്ചതല്ല. ഇതെല്ലാം ഒന്ന് റൂമ് മാറുകയാണ്, ഞങ്ങൾ കൊണ്ടുപോയിട്ട് അങ്ങനത്തെ ചില്ലൊന്നും ഇറ്റിനൊക്കെ ഉണ്ടാവും. ബാത്റൂമിൽ പോയോക്കട്ടെ. ബാത്റൂമിലല്ല ഇതൊന്നും വേണ്ട, ഇതെല്ലാം കച്ചറ കളയും. ഇതൊരു ബക്കറ്റ്, ക്ലീനിങ്ങും സോപ്പും ആരാ താമസിക്കുന്ന പോലും അറിയില്ല.
ഞാൻ ഫുള്ള് ക്ലീൻ ആക്കട്ടെ കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. റൂം നല്ല വൃത്തിയുണ്ട്. കണ്ട ചെറിയ റൂമാണ്, പക്ഷെ നല്ല വൃത്തിയുള്ള ഇത്. അപ്പോൾ ആദ്യം നമ്മൾ അൽമാറയാണ് തുടക്കുന്നത്. വെള്ളം തുടച്ചിട്ടാൽ ഇത് കൊടുത്തതാണ് കേട്ടോ. നാളെയായിട്ട് ആൾ വരുമല്ലോ. കൊടുത്ത റൂം അല്ല, ഇങ്ങനെ കച്ചറ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ജോലി കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് കൊടുന്ന ജോലി അല്ലേ, ജോലി ഇങ്ങനെ കച്ചറാക്കിയിട്ടുന്നതുകൊണ്ടാണ് നമ്മളെപ്പോലത്തെ ആൾക്കാരെ വിളിക്കുന്നത് വരും ജോലിക്ക്. ഇവിടെ ഒന്ന് വീഡിയോ എടുക്കാനെന്ന് പറഞ്ഞാൽ അവർ നമ്മളെ ഇവിടെ കൊണ്ടാക്കി കാര്യങ്ങൾ പറഞ്ഞു പോയതാണ് കേട്ടോ. ചില ആൾക്കാർ അങ്ങനെയല്ല. ചില വില്ലേജിൽ എന്ന് പറഞ്ഞാൽ കൂടെ ആൾ നിൽക്കും, അത് ഇത് ചെയ്യുന്നു. പിന്നെ നമുക്ക് മണിക്കൂറിനായതുകൊണ്ട് നമുക്ക് എന്താവും, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല. ഒരു പറഞ്ഞ് സമയം വേസ്റ്റ് ആക്കാൻ പറ്റൂല എന്ന് പറയും. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തത്. അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ ഇഷ്ടമില്ലായിട്ടല്ല, സംഭവം ഇതാണ്. ബ്ലേഡിൻ്റെ കളിയാണ്. എന്തൊരു ബ്ലേഡാണെന്നറിയോ? ഉണ്ടോ ബ്ലേഡിലെന്ന് പറഞ്ഞാൽ ഫുള്ള് ബ്ലേഡും പാക്കും പാനുരാഗം എന്താ പറഞ്ഞോ, എന്തോ ഒരു സ്മെല്ലാന്നറിയോ. നല്ല അൽമാറ. ഇത് നമ്മൾ തുടച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഇതിപ്പോൾ ഒരു പറഞ്ഞാൽ പെയിൻ്റ് അടിച്ചതാണ്. ഒരു മാസം ആരോ നിന്നിട്ട് പോയതാണല്ലോ. ഇത് ഒന്നാമത് ടോപ്പിലാണ്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആർക്കും ഇഷ്ടപ്പെടൂല ഈ ചൂടത്തൊന്നും. കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇവിടെ ടെറസിൻ്റെ മുകളിലില്ല, കണ്ട ഇതിൻ്റെ മുകളിലാണ് ഒരു റൂമാണ് കേട്ടോ. ന്യൂസലാത്തയാണ്. പക്ഷെ നമുക്കൊന്നും എന്താവൂല, എന്താ നമുക്കൊന്നും ഇത് തോന്നുന്നു ഇവർ ചൂടുകൊണ്ട് പോയതാണ്. ഇവിടെ വേറെ റൂമുണ്ട് കേട്ടോ, അതിൽ ആളുണ്ട് തോന്നുന്നുണ്ട്, അറിയില്ല. ഇത് മറ്റേ താഴോട്ട് പോകേണ്ട റൂം. ഇതാണ് അപ്പോൾ റൂം. ഇത്രയേ ഉള്ളൂ റൂം വീതി കേട്ടാ. എത്രയാണ് ഇതിൻ്റെ റേറ്റ് എന്നൊന്നും അറിയില്ല. ലോകത്തില്ലാത്ത റേറ്റുകളുണ്ടോ? കൂട്ടട്ടെ, കൂട്ടിയിട്ട് ക്ലീനാക്കുള്ളൂ. ഇത്ര ചെറിയ റൂമാണെങ്കിലും ഭയങ്കര പൈസയാണ്. നമ്മൾ വിചാരിക്കും ഇതിന് ചെറിയ പൈസ ഉണ്ടാവുള്ളൂ, പക്ഷെ ഓലോട് ചോദിച്ചാൽ നമ്മൾ തന്നെ ബോധം കിട്ടും. അപ്പോൾ ഇതാ ഞാൻ ഫുള്ള് ക്ലീൻ ആക്കട്ടെ കേട്ടോ. വലിയ വലിയ റൂമാണെങ്കിൽ ഞാൻ ആരെങ്കിലും കൂട്ടി വരും കേട്ടോ. ചെറിയ റൂമെല്ലാവുമ്പോൾ നമുക്ക് അത്രേ പൈസ ഉണ്ടാവുള്ളൂ. ഒരു 2, 3, 4 മണിക്കൂറേ ഉണ്ടാവുള്ളൂ. 2, 3 മണിക്കൂറേ ചെറിയ റൂമിന്. ഇതിനെല്ലാം ഇപ്പം തീരും. അപ്പം നമുക്ക് ഒറ്റയ്ക്ക് തന്നെയുള്ള പിന്നെ ജോലിയേ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ക്ലീൻ ആക്കട്ടെ. നിങ്ങളിവിടെ ഇങ്ങനെ നിന്നോളി. ഞാൻ ഫുള്ള് ക്ലീൻ ആക്കട്ടെ. വലിച്ചിടാതാകുകയില്ല, പക്ഷെ വലിച്ചിട്ട് പോരണമില്ല. ഭയങ്കര വെയിറ്റ്. ഭയങ്കര വെയിറ്റ്.
നമ്മൾ ഇതെല്ലാം റൂമിൽ നിന്ന് എടുത്ത് വന്നതാണ് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ കട്ടിൻ്റെ അടിയിൽ ഒരു കച്ചറ ഇട്ടിട്ട് ഭയങ്കര വൃത്തിയിലുണ്ട്. ആദ്യം നമുക്ക് കുറച്ച് വെള്ളം അവിടെ സോപ്പാക്കിയിട്ട് ഒഴിച്ചിടാം കേട്ടോ. കിച്ചണിലെല്ലാം വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ ഇത് നമുക്ക് ഈ സൈഡിലും കൂടി നല്ല കച്ചറുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ നിൽക്കാൻ വരും. കയ്യെല്ലാം പോകും. ഞാൻ ഇടുക്കലുണ്ട് കട്ടിൻ്റെ അടി സൈഡ്. ആ കട്ടിൽ പിടിക്കാൻ വയ്യ. ഫുള്ള് ക്ലീൻ
നമുക്ക് പിന്നെ ഒരു പണി ഫുള്ള് ക്ലീൻ അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു പണി തരൂല. അതാണ് ടെൻഷൻ. പിന്നെ വേറെ ക്ലിനിക്കൊന്നും വൃത്തിയില്ലാന്നുണ്ടാൽ പിന്നെ തരില്ല. നമുക്ക് പൊന്തിക്കാൻ പറ്റാത്ത സാധനമാണെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട് വലിച്ച് എല്ലാം ക്ലീനാക്കണം. നമ്മളെ ജീവിത പ്രശ്നമല്ലേ കുട്ടി. മക്കളെ കള്ളപ്പണിയൊന്നും ചെയ്യാൻ പറ്റൂല. നല്ല വൃത്തി തന്നെ നമ്മളെ വീട് എങ്ങനെയാണോ വൃത്തിയാക്കുന്നത് അതിനെക്കാട്ടും നല്ലപോലെ വൃത്തിയാക്കിയാലാണ് നമുക്ക് പിന്നെ അടുത്ത പണി കിട്ടുള്ളൂ. എല്ലാം നമുക്ക് പണി കിട്ടും. ഇപ്പം ഇവരെന്നെ നമുക്കെല്ലാം പണിയും ഉള്ളതെല്ലാം ഉണ്ടെങ്കിൽ എല്ലാം തരും. നല്ല വയപ്പ ചേച്ചി വർക്കുണ്ട്. നമ്മൾ ഈ സാധനം പാത്രം കൂടെ എടുക്കും. വീഡിയോ എടുക്കുന്നു ചെയ്യുന്നു. പിന്നെ ഒരു വന്ന് നോക്കിയാൽ നമുക്കൊരു ടെൻഷനില്ല. ഒരു വിചാരിക്കും വീഡിയോ എടുത്ത് വെറുതെ സമയം കഴിഞ്ഞിട്ട് മണിക്കൂർ ആക്കുകയാണ്. നമ്മളെ സത്യാവസ്ഥ നമുക്കേ അറിയുള്ളൂ. നമ്മളൊരു കള്ളത്തരവും കാര്യങ്ങളൊന്നും ഇവിടെ പോയാലും ചെയ്യാം. ഇത്രയും കഷ്ടങ്ങളൊക്കെ നമ്മളെല്ലാം കച്ചറി പെറുക്കി അടിച്ച് കഴിഞ്ഞിട്ട് അതെല്ലാം കിച്ചനും ഇനി ഇത് ആദ്യം നമുക്ക് പുറത്ത് വെക്കട്ടെ. എന്നിട്ട് അടുത്തത് കൊണ്ടുപോയി പുറത്ത് വെച്ച് ഇനി നമുക്ക് ആദ്യം കിച്ചണിലേക്ക് പോകാം. നല്ല വൃത്തിയുണ്ട് കേട്ടോ. അത് അടിച്ച് വരിയപ്പോൾ തന്നെ കച്ചറെടുത്തപ്പോൾ തന്നെ നല്ല വൃത്തി. ഇനി തുടക്കുമ്പോൾ ചെയ്യുമ്പോൾ നല്ല വൃത്തി ഉണ്ടാവും. നല്ല വൃത്തിയുള്ള റൂമാണ്. കമ്പിച്ചകിരിയ ഇവിടെയാണ് കുറച്ച് കൂടുതൽ പണിയുള്ള കിച്ചണിൽ. ഇതിൻ്റെ അടിയെല്ലാം കണ്ടില്ലേ, എല്ലാം ഫുള്ള് ക്ലീൻ ആക്കണം. ഞാനൊരു കമ്പിച്ചൈരി റൂമിൽ നിന്ന് കൊടുന്നീന്. അതെവിടെയാണോ? അതെ, ഇതിൻ്റെ എന്താ പറയുക, ഇതാണ് ഞാൻ ഇതായിട്ട് കൊണ്ടെടുക്കുന്നത്. എനിക്കിത് ഓലെടുത്തുണ്ടെങ്ങനൊന്നും കിട്ടൂല. ഇതിപ്പോൾ 2-3 ഒരുമിച്ച് ഞാൻ അങ്ങനെ ആക്കി വെച്ചതാണ്. അപ്പോൾ നന്നായിട്ട് നമുക്ക് വൃത്തിയാവും. ഇത് ഓരോരുത്തർ ചെറുതായിരിക്കും, അതുകൊണ്ടാവില്ല. നല്ല
വൃത്തിയാവും. ഇത് 2-3 ഉണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ ഫുള്ള് കൂട്ടി ലെവലാക്കി വെച്ചതാണ്. അപ്പോൾ ഇവിടെ പോവുകയാണെങ്കിൽ ഞാൻ ഇത് കൊണ്ടുപോകും. കുറച്ചില്ല, ഒരു പറഞ്ഞ അത്ര കച്ചറില്ല. കുറച്ചിൻ്റെ ആവശ്യമുണ്ടോയെന്ന് അറിയില്ല. ശരി തന്നെയാണ്, കുറച്ചിൻ്റെ ആവശ്യമൊന്നുമില്ല. ചുമരെല്ലാം കണ്ടില്ല, ചുമരെല്ലാം നല്ല തേച്ചെഴുതി ഒരു ബ്രഷ് നല്ല തേച്ചെഴുതി തുടച്ചു കൊടുക്കണം. ഇത് നല്ല വൃത്തിയുണ്ട് കേട്ടോ. അവിടെ ഒന്നും അത്ര കച്ചറ വന്നോളൂ. കണ്ടോ, ഇതിൻ്റെ ഉള്ളെല്ലാം ക്ലീനാക്കിയിട്ട് ഞാനിത് ഫുള്ള് ക്ലീനാക്കട്ടെ കേട്ടോ. മൊബൈൽ ഇങ്ങനെ പിടിച്ച് തന്നാൽ ഒന്ന് ലെവലാവും. ഇത് നല്ല സാധനം, പക്ഷേ കൈയെല്ലാം മുറിയും. കണ്ടോ, ഇപ്പം തന്നെ ഈ കമ്പി ഇങ്ങനെ തട്ടിയിട്ടേ നല്ല കമ്പിയാണ്. പക്ഷേ ഗ്ലൗസ് എടുക്കാൻ മറന്നു, എപ്പോഴും മറക്കും. കൈ ഭയങ്കര പോവും. അപ്പോൾ ഞാനിനി ക്ലീൻ ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ ഭയങ്കര ഇടങ്ങേറാണ്. ഇത് വരക്കാനും പറ്റൂല, ഒരു കൈ കൊണ്ട് സ്റ്റാൻഡൊന്നും ഇല്ലല്ലോ മൊബൈൽ വെക്കാനുള്ള. അപ്പോൾ ഞാൻ എന്താക്കുക, ക്ലീനാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. സാധനങ്ങൾ പറിച്ച് കളയാണ് കേട്ടോ. നമ്മളെടുത്ത് പണി വൃത്തിയുണ്ടാവില്ല. ഇത് ഫുള്ള് എണ്ണ ഇനി വരുന്നോല് വേണമെങ്കിൽ ഒട്ടിച്ചോട്ടെ. ഫുള്ള് എണ്ണയിലാണ്. ഇതൊക്കെ ചുമര് വൃത്തിയാക്കിയാൽ നല്ല വൃത്തി ഉണ്ടാവും. ഇതെല്ലാം പറിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളെടുത്ത പണി കാണൂല, അതാ പ്രശ്നം. ഒരു പൊന്നു മക്കളെ, കൈ മുറിഞ്ഞിട്ട കുറച്ച് പൊന്നുമക്കളെ, കൈ മുറിഞ്ഞിട്ട കുറച്ച് വലിയ മുറിയാണ് കേട്ടോ. അത് ആ പൈപ്പിൻ്റെ സൈഡിൽ, ഈ പൈപ്പിൻ്റെ സൈഡ് കഴുകിയതാണ്. ഇതിൻ്റെ സൈഡ് മൂർച്ചയാണെന്ന് അറിയില്ല, ഭയങ്കര തരിപ്പ്, നല്ല മുറിഞ്ഞിട്ടാ. അപ്പോൾ ക്ലീനിങ് ഇപ്പോൾ നിർത്തും. ഞാൻ ബില്ലക്കാരനെ വിളിക്കട്ടെ. നല്ല ചോരയാണ്. നോക്കിയാൽ നല്ല മുറിഞ്ഞീന്, പൊളിഞ്ഞു പോയി. ഇതല്ല ഇതീ പറഞ്ഞത്, പക്ഷെ താങ്ങൂല. വലിയ മുറിയാണ്, കുറച്ച് വലിയ മുറിയാണ്. ഒന്ന് ഞാൻ വിലക്കാരനെ വിളിച്ചിട്ട് എന്തേലും ചെയ്യണത്. നല്ല മുറി എന്ന് പറഞ്ഞതാണ്, പൊളിഞ്ഞു പോയി. കണ്ടാ, നല്ല മുറിഞ്ഞിന്. എൻ്റെ പൊന്നെ,
നമ്മുടെ ജീവിതം തലറിയ. ഒന്ന് വില്ലക്കാരനെ വിളിക്കട്ടാ, ഞങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാ. കരച്ചിൽ വരുന്നുണ്ട്. പൊട്ടിയിട്ടില്ല, വേണ്ട. ഹലോ ഹലോ ഹലോ. അങ്ങനെ ഇതാ ക്ലീനാക്കുന്ന കുറേ എടുത്ത് അങ്ങനെ കയ്യും മുറിയുന്ന കണ്ടല്ലോ. അത് ആശുപത്രിയിൽ പോയി ടി എല്ലാം എടുത്ത് ഇതാ ചേച്ചിനെ കൂട്ടി ഇതാ ക്ലീനാക്കാൻ വന്നിട്ടോ. ഇവിടെ നാളെ ആള് വരുന്നോണ്ടാണ്. പഠിച്ചോനെ ചേച്ചി ഇതാ തള്ളിയെടുത്തു. അപ്പോൾ ചേച്ചി പാവം പണി കഴിഞ്ഞ് വ്യാഴാഴ്ച രാത്രി വരുവുള്ളൂ. ഫുൾ ടൈം പണിക്ക് കയറിയതാണ്. അപ്പോൾ ചേച്ചിനോട് പറഞ്ഞപ്പോൾ ക്ലീനാക്കാൻ വരാമെന്ന് പറഞ്ഞ് ചേച്ചി വിളിച്ചു. എനിക്ക് പണി കിട്ടിയതാ. എന്താ കീറിപ്പോയി, നല്ല മുറിഞ്ഞു പോയി. ഇനിയിപ്പോൾ ചേച്ചിനായിട്ട് വന്നതാണ്. രാത്രി ആയിട്ടാ പിന്നെ വന്ന് ഫുള്ളാക്കാൻ. അവിടെ അല്ല അരച്ചിന് ചേച്ചി, നമ്മളെ തോർത്തില്ലേ ചേച്ചി? ആ ആ ഞാൻ അവിടെ അതിൻ്റെ പൊളിച്ചെടുത്തത്, എന്നാലും വൃത്തി ഉണ്ടാവുള്ളൂ പറഞ്ഞിട്ട്. നല്ല വേദന കേട്ടോ, നല്ല വേദന എന്ന് പറഞ്ഞാൽ കടയാണ് കിടന്നിട്ട്. കണ്ണും മുറെല്ലാം കണ്ടില്ല, കുറേ ചോര പോയി. അപ്പം ഞാൻ മുറിഞ്ഞത് കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ചോര പോന്ന് നിന്നാൽ ഇത് ക്ലീൻ ആക്കിയിട്ട് വീട്ടിൽ റൂമിൽ പോകാലോ, റെസ്റ്റ് എടുക്കാലോ. പിന്നെ എനിക്ക് പേടിയായിപ്പോയി, നല്ല തലകറക്കം. രാവിലെ ഞാൻ ഒരു ദോശ നിന്നിട്ട് നിന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ക്ലീൻ ആക്കുമ്പോൾ തന്നെ വൈകുന്നേരം 4-4:30 മണിയായിന്. അപ്പോൾ ഞാൻ വിചാരിച്ച് ചോര നിന്നിട്ട് ഇത് ക്ലീൻ ആക്കിയിട്ട് വീട്ടിൽ റൂമിൽ പോകാം. ഒരു രക്ഷയില്ല, തലകറക്കം, ചോര എങ്ങനെ പോവുക. അപ്പോൾ എനിക്ക് പേടിയായി പോയി. അങ്ങനെ വില്ലക്കാരൻ കൊണ്ടുപോയി. പിന്നെ ഞാൻ ടാക്സിക്കാരനെ വിളിച്ച് ഞങ്ങൾ റിയാലിൽ പോയി. ഡോക്ടർ വന്ന് നോക്കി, കെട്ടി TT അടിച്ച് എല്ലാം ചെയ്ത് കേട്ടാ. ഗുളികെല്ലാം തന്ന്. പിന്നെ ടെൻഷൻ അടിക്കേണ്ട, 10-12 ദിവസമാവും ഇത് ഉണങ്ങാൻ എന്ന് പറഞ്ഞ്. കീറിപ്പോയിന് പറഞ്ഞ്. വേഗം ഉണങ്ങട്ടെ, ഉണങ്ങിയാലേ നമ്മളെ പണികളെല്ലാം നടക്കുകയുള്ളൂ. അപ്പം ഇതെല്ലാമാണ് വിശേഷം. അപ്പം പിന്നെ ഇന്ന് ഒരു സമാധാനം എന്താണെന്നാ, ഈ പണി എനിക്ക് ചെയ്ത് തീർത്ത് കൊടുക്കാൻ പറ്റുമെന്ന് അറിയാം. എന്താന്ന് പറഞ്ഞാൽ ചേച്ചി ഇന്ന് വ്യാഴാഴ്ച വരുന്നതല്ലേ. അപ്പോൾ അത് അവിടെ പണിയെടുത്ത് ഇവിടെ റെസ്റ്റ് ഇല്ലാതെ വരുന്നു. ഞാൻ ചേച്ചി വന്നിട്ട് ചേച്ചിനോട് കാര്യം പറഞ്ഞപ്പോൾ പാവം അത് നേരെ വന്ന് ഇപ്പോൾ ചേച്ചിനെ കൂട്ടി കണ്ട് വന്നത്, ഒറ്റയ്ക്ക് വിടണ്ട പറഞ്ഞിട്ട്. അപ്പം ഇതെല്ലാമാണ് ഖത്തറിലെ വിശേഷം. വലത്തെ കൈയിൽ തന്നെ തട്ടീന്, നമ്മളെ പണി മുടങ്ങിയെന്ന് പറയാ. എല്ലാം തുടക്കുകയാണ് കേട്ടോ. നല്ല കടച്ചിലാണ് എനിക്ക്. ഞാൻ എന്തെങ്കിലും ചെയ്ത് കൊടുക്കായിരുന്നു വന്നത്, പക്ഷെ ഒന്നും ആവുന്നില്ല കൈ കൊണ്ട്. ഡോറെല്ലാം തുടച്ച് നിർത്തിയ ഒന്നുമില്ല. നല്ല വേദന, പിടുത്തമിട്ട വേദന. ഡോക്ടർ പറഞ്ഞു നല്ല വേദന ഉണ്ടാവുന്നു. ഇപ്പോൾ റൂമിൽ പോയി, ആശുപത്രിയിൽ പോയി, റൂമിൽ പോയി ചോറും തിന്ന് വേദനൻ്റെ ഗുളികയും കുടിച്ചിട്ട് വന്നതാണ്. ഇത് ചെയ്തൊക്കെ വെക്കാൻ പറ്റൂലല്ലോ, നാളെ നമുക്ക് ജോലി കിട്ടേണ്ടതല്ലോ. ചേച്ചീനോട് കാര്യം പറഞ്ഞപ്പോൾ ചേച്ചിയാണ് ഞാൻ വരാമെന്ന് പറഞ്ഞു. ചേച്ചിയും പാവം എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഓണെല്ലായിട്ട് കുട്ടികൾക്ക് ചേച്ചിക്കും എന്തെങ്കിലും വാങ്ങാലോ. ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കും. ഇങ്ങനെ കൈ ഇങ്ങനെ ജോലി ചെയ്യാത്തതുകൊണ്ടേ കൈ ഇങ്ങനെ പിരിവിരിക്കണുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നല്ല വേദന. നല്ല വീങ്ങിപ്പോയി കണ്ട, കൈ നല്ല വീക്കായിപ്പോയി. 2 ദിവസം ഉണ്ടാവുമെന്ന് പറഞ്ഞു ഡോക്ടർ. 2-3 ദിവസം കൊണ്ട് വീക്കെല്ലാം പോകുമെന്ന് പറഞ്ഞു. നല്ല രസട്ടാ ഇതിൻ്റെ മേലെന്ന് കാണാൻ. നോക്കിയൊക്കെ നല്ല രസം. ടോപ്പിൽ 2 റൂം. ഈ റൂം അത് ഞങ്ങൾ ക്ലീൻ ആക്കുന്ന റൂമാട്ടോ. ഈ റൂം എന്ത് രസമാണ് നോക്കി. നല്ല ഇല്ല ഇതെല്ലാം ആക്കിയിട്ട് എല്ലാം കാണുന്നുണ്ട് കേട്ടോ. അത് നമ്മളെ എന്താ പറയുക, ഫർണിഷിൻ്റെ ഭാഗം എല്ലാം കണ്ട. നമ്മളെ മാസെല്ലാം തെളിഞ്ഞ് കാണുന്നല്ലോ. നല്ല ഏരിയ കേട്ടോ, ന്യൂസ് അല്ലാത്തതാണ് കേട്ടോ. ഫുള്ള് കച്ചറ എന്നതാ. റൂമിൽ നിന്ന് ഞാൻ വലിച്ചിട്ടതാണ് കേട്ടോ.
എല്ലാം ഫുള്ള് വേഗം ക്ലീൻ ആക്കിയിട്ട് പോകാറിനെ കൊണ്ടാണ് കൈ മുറിഞ്ഞത്. കയ്യിന് പണിയിട്ട് നല്ല രസമല്ലേ കാണാൻ. അപ്പോഴാണ് കയ്യിന് പണി കിട്ടിയത്. പിന്നെ രാത്രി വന്ന് ചേച്ചിനെ കൊണ്ട് ക്ലീൻ ആക്കിച്ചിട്ടാ മുഖമെല്ലാം പോയിട്ടാ. നല്ല ചൂട്, നല്ല രസം ഇവിടെ കാണാൻ. ചേച്ചി ബാത്റൂം കിച്ചണെല്ലാം വൃത്തിയാക്കി കേട്ടോ. അപ്പോൾ ബാത്റൂമിൻ്റെ പണിയാണ്. ഇനി ഇവിടെയും തുടച്ചാൽ ഞങ്ങൾ പോകും കേട്ടോ. കിച്ചണെല്ലാം ക്ലീൻ ആക്കിയിട്ട് ഇവിടെ ചോര കൊണ്ട് കളിയായിരുന്നു. എല്ലാം ക്ലീനാക്കി. ഇനി ആകെ എത്രയേ ഉള്ളൂ, തുടക്കാനൊന്നുമില്ല. ഇതാണ് കേട്ടോ ഈ വില്ല. ചേച്ചി ഞങ്ങളുടെ റൂമെല്ലാം കഴിഞ്ഞു. ഓല് പറഞ്ഞ ആളെല്ലാം ഒന്ന് തുടച്ചിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം തുടക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. ലൈക്ക് അടിക്കാൻ ആരുണ്ട. നല്ല വില്ലകളാണ്.